Hello everyone, it's me Faiz from AIMS Nagpur. So today we are gonna continue with our chapter number 12. ഏതാണ് chapter? Kinetic theory. Okay. So chapter number 12, kinetic theory. Almost നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. So today will be the last session, I suppose. So നമുക്കിതില് ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എന്താണ്? ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. Law of equipartition of energy. Okay. നോക്കിക്കോ. Suppose the kinetic energy of a single molecule. So നമ്മളൊരു സിംഗിൾ മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി പറയുമ്പോൾ ആ സിംഗിൾ മോളിക്യൂളിന് എക്സ് ഡയറക്ഷനിൽ ഒരു എനർജി കാണും, എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി കാണും, വൈ ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി കാണും, അതേപോലെ സെഡ് ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി കാണും. സോ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കൊണ്ടുള്ള എനർജിയാണിത് ഹാഫ് എം വി സ്ക്വയർ. അതേപോലെ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഹാഫ് എം വി സ്ക്വയർ, അതുകൊണ്ടുള്ള എനർജി. അതേപോലെ സെഡ് ഡയറക്ഷനിലെ വെലോസിറ്റി, അതുകൊണ്ടുള്ള എനർജിയാണെന്ത്, കൈനറ്റിക് എനർജിയാണ് ഹാഫ് എം വി സെഡ് സ്ക്വയർ. വേർ വി എക്സ് ഇസ് ദ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ, വേർ വി വൈ ഇസ് ദ വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ, ആൻഡ് വി സെഡ് ഇസ് ദ വെലോസിറ്റി ഇൻ സെഡ് ഡയറക്ഷൻ. ആൻഡ് ഫോർ എ ഗ്യാസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം, ഓക്കെ, ഒരു ഗ്യാസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് അറ്റ് ടെമ്പറേച്ചർ ടി. ഓക്കെ, ദ ആവറേജ് വാല്യൂ ഓഫ് എനർജി ഡിനോട്ടഡ് ബൈ. സോ തെർമൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ഗ്യാസിന് ആവറേജ് വാല്യൂ നമുക്ക് എന്താ പറയാ, ഇതിന്റെ സമ്മ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് എം വി വൈ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സെഡ് സ്ക്വയർ ആവറേജ് എടുത്താല് കിട്ടുന്നത് 3/2 kBT. സോ 3/2 kBT, മൂന്ന്, അതായത് എക്സ് കോമ്പണന്റ്, വൈ കോമ്പണന്റ്, സെഡ് കോമ്പണന്റ് കൂട്ടിയപ്പോ അതായത് നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണ്, എക്സ് കോമ്പണന്റ് സെപ്പറേറ്റ്, വൈ കോമ്പണന്റ് സെപ്പറേറ്റ്, സെഡ് കോമ്പണന്റ് സെപ്പറേറ്റ്, അങ്ങനെ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിലോ യെസ്, അതായത് ഒരു ഡയറക്ഷന് എത്ര കിട്ടും, ഹാഫ് kBT. കണ്ടോ, ഓരോ ഡയറക്ഷനും കിട്ടും ഹാഫ് kBT. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഞാനിവിടെ പറഞ്ഞിരുന്നു ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി വരുന്ന എന്താണ്, for one molecule along each degree of freedom. ഒരു മോളിക്യൂളിന് along each degree of freedom. For one molecule along each degree of freedom. For one molecule along each degree of freedom will have internal kinetic energy of half kBT. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെയും പറയുന്നത് ഹാഫ് kBT. കിട്ടിയില്ലേ, ഹാഫ് kBT. ഓക്കെ, നോക്കിക്കോ. ആൻഡ് എ മോളിക്യൂൾ free to move in space needs 3 coordinates to specify its location. Correct അല്ലേ? അതായത് 3D മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ 3 കോർഡിനേറ്റ്സ് വേണം. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് കൺസ്ട്രെയിൻഡ് ടു മൂവ് ഇൻ എ പ്ലെയിൻ, ഇറ്റ് നീഡ്സ് ടു, അല്ലെ, പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നെങ്കിലോ 2 മതി. ഓക്കെ, ആൻഡ് ഇറ്റ് നീഡ്സ് ജസ്റ്റ് 1 കോർഡിനേറ്റ് ടു ലൊക്കേറ്റ്. അതായത് ഒരു ലൈനിലാണ് മൂവ് ചെയ്യുന്നെങ്കിലോ നമുക്ക് ജസ്റ്റ് ഒരു കോർഡിനേറ്റ് മതി. 3D-യിലാണെങ്കിൽ 3 കോർഡിനേറ്റ് വേണം, പ്ലെയിനിലാണെങ്കിലോ 2 കോർഡിനേറ്റ് വേണം. ഒരു ലൈനിലാണ് മൂവ് ചെയ്യുന്നെങ്കിലോ നമുക്ക് ജസ്റ്റ് ഒരു കോർഡിനേറ്റ് മാത്രം മതി. ആൻഡ് ദിസ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ഇൻ അനദർ വേ. ലൈക്ക് വി സേ ദാറ്റ് ഇറ്റ് ഹാസ് 1 degree of freedom for motion in one line. അതായത് നമുക്ക് വേറെ രീതിയിൽ എടുക്കുക, അതായത് ഒരു ലൈനിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്തുണ്ടെന്ന് പറയാം, നമുക്ക് 1 degree of freedom. ഇനി അതൊരു പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നെങ്കിലോ 2 degree of freedom. ഇനി അത് സ്പേസിലാണെങ്കിലോ 3 degree of freedom. സോ ലൈനിലാണെങ്കിൽ 1 degree of freedom, പ്ലെയിനിലാണെങ്കിലോ 2 degree of freedom, സ്പേസിലാണെങ്കിലോ 3 degree of freedom. And motion of a body as a whole from one point to another is only translation. Everyone knows that. Thus, a molecule free to move in space has 3 translational degrees of freedom. അല്ലേ, ഫ്രീ ടു മൂവ് ഇൻ സ്പേസ് ആണെങ്കിൽ എത്ര ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും? സിമ്പിൾ 3 അല്ലെ, എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ ആൻഡ് എക്സ് വൈ സെഡ് അല്ലെ, 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും. സോ നമുക്ക് പറയാം a molecule free to move in space has 3 translational degree of freedom. And
each translational degree of freedom contributes a term that contains square of some variable of motion, like example half mv square അല്ലെ. അതായത് ഇനി വി വൈന്റെ ടൈമിലാണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ, വി സെഡിന്റെ ടൈമിലാണെങ്കിൽ ഹാഫ് എം വി സെഡ് സ്ക്വയർ. കറക്റ്റ് അല്ലേ? അപ്പൊ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെയും ആവറേജ് തെർമൽ ആവറേജ് എനർജി എന്തായിരിക്കും? ഹാഫ് കെ ബി ടി. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിക്കോ. molecules of a monoatomic gas like argon ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. ആർഗൺ ഹാവ് ഓൺലി ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ആർഗണിന് വെറും ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ ഉള്ളൂ. ഓക്കെ, മോണോ അറ്റോമിക്. ബട്ട് വാട്ട് അബൌട്ട് എ ഡയറ്റോമിക് ഗ്യാസ്? അല്ലെ, ഞാൻ പറഞ്ഞു എന്ത്, മോണോ അറ്റോമിക്കിന് വെറും ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ കാണൂ. റീസൺ സിമ്പിൾ ആണ്. നോക്ക്, ഇതാണ് നമ്മുടെ മോണോ അറ്റോമിക് ഗ്യാസ്. കണ്ടോ, ഇതിന് ഒന്നുകിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. സോ മോണോറ്റോമിക് ഗ്യാസിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും? 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. ആ 3 ഡിഗ്രി ഓഫ് ഫ്രീഡവും എന്താണ്? ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും. ഈസി. യെസ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഡയറ്റോമിക് ഗ്യാസ് ആയ ഓക്സിജൻ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, അതിന്റെ കേസില് നമുക്ക് എന്നറിയാം 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും. അത് കൂടാതെ ബട്ട് ഇൻ അഡീഷൻ ഇറ്റ് ക്യാൻ ഓൾസോ റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ് സെന്റർ ഓഫ് മാസ്. ഫിഗർ 12.6 ഷോസ് ദ 2 ഇൻഡിപെൻഡന്റ് ആക്സസ് ഓഫ് റൊട്ടേഷൻ 1 and 2. കണ്ട, അതായത് ഒരു ഡയറ്റോമിക് മോളിക്യൂളിന് 2 റൊട്ടേഷൻ പോസിബിൾ ആണ്. സി, കണ്ട, to the axis joining the 2 oxygen atoms about which the molecule can rotate. So നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഡയറ്റോമിക് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും? The molecule thus has 2 rotational degrees of freedom, each of which contributes a term to the total energy consisting of translational energy and rotational energy. So ഒരു ഡയറ്റോമിക് മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും, അല്ലെ? ലൈക്ക് മോണോറ്റോമിക് ഗ്യാസ് പോലെ ഡയറ്റോമിക്കിനും എന്ത് കാണും? 3 ട്രാൻസ്ലേഷണൽ DOF ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും. പ്ലസ് അത് കൂടാതെ 2 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും കാണും. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്. കണ്ട, ഡയറ്റോമിക് നോർമൽ ടെമ്പറേച്ചറിൽ എടുക്കുകയാണെങ്കിൽ 3 ട്രാൻസ്ലേഷൻ പോസിബിൾ ആണ്. അതേപോലെ 2 എന്തുകൂടി പോസിബിൾ ആണ്? റൊട്ടേഷൻ 3 പോസിബിൾ അല്ല, കാരണം അല്ലെ മൂന്നാമത്തെ ആക്സ് അതിന്റെ തന്നെ ആക്സ് ആയിരിക്കും. സോ അതിലൂടെ നമുക്കൊരു റൊട്ടേഷൻ മോഷൻ പോസിബിൾ അല്ല. സോ ഫോർ ഡയറ്റോമിക് ഗ്യാസ് നമുക്ക് മൊത്തത്തിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും? 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഈസി. യെസ്, നമ്മൾ ഇത്രയും കണ്ടു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സോ ഓക്കെ, നമുക്ക് വൈബ്രേഷനെ പറ്റി സംസാരിക്കേണ്ട. എന്താണ് വൈബ്രേഷൻ? We have assumed above that oxygen molecule is a rigid rotator. That is, the molecule does not vibrate. Okay, vibrate ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് 5 ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും. This assumption though found to be true at moderate temperatures for oxygen, but it's not always valid. Molecules like carbon monoxide, even at moderate temperatures, have a mode of vibration. That is, its atoms oscillate along the interatomic axis like a one-dimensional oscillator. എന്തുകൂടി കാണും? വൈബ്രേഷണൽ എനർജി കാണും. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് എനർജി കാണാം, അല്ലെ? ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ പ്ലസ് വൈബ്രേഷൻ. ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ പ്ലസ് വൈബ്രേഷൻ. 3 നോക്കിക്കോ. Once again, the vibrational energy terms in equation 12.26 contains squared terms of vibrational variations of motion y and dy by dt. This is what actually represents vibrational energy. Okay. Yes. So, നമുക്ക് എന്താ പറയാൻ പറ്റും? What is law of equipartition of energy says? Law of equipartition of energy says, in equilibrium, the total energy is equally distributed in all possible energy mode, with each mode having an average energy equal to half kBT. This is known as law of equipartition of energy. അതായത് for a single molecule along each degree of freedom will have
will have average energy of half kBT, where kB is Boltzmann constant. That is what a law of equipartition of energy says. Accordingly, each translational and rotational degree of freedom of a molecule contributes half kBT to the energy, while each vibrational frequency contributes kBT, since a vibrational mode has both kinetic and potential energy mode. So നമ്മൾ ഒരു ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ എത്ര കാണും? ഹാഫ് kBT. അതേപോലെ ഒരു റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലോ ഹാഫ് kBT. ബട്ട് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലോ എത്ര കാണും? kBT, because since vibrational mode has both kinetic and potential energy mode. So അത് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, like translational motion we can write എത്ര കാണും along each degree of freedom? Translational motion along each degree of freedom we will get half kBT. Rotational motion along each degree of freedom we will get half kBT. But vibrational motion along each degree of freedom will have 1 kBT. Why? Because since vibrational mode has both kinetic and potential energy mode. The proof of the law of equipartition of energy is beyond the scope of this book. Okay. ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സിമ്പിൾ ആണ്. The molecule of a monatomic gas has only 3 translational degree of freedom. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു, ഒരു മോണാറ്റോമിക് ഗ്യാസിൽ ഒരു മോളിക്യൂളിന് എത്ര ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും? ഒരു 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും. Thus, the average energy of a molecule at temperature T is 3/2 kBT. സിമ്പിൾ അല്ലേ? അതായത് ഒരു മോളിക്യൂളിന് എലോങ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഹാഫ് kBT. ബട്ട് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുമല്ലോ. സോ ടോട്ടൽ എത്ര കാണും? 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 3 into half kBT. That is what? 3/2 kBT. The total internal energy of a mole of such a gas. So ഇതെന്താണ്? ഒരു മോളിക്യൂളിന്, this is for one molecule. ഒരു മോളിനുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അവഗാഡ്രോസ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അവഗാഡ്രോസ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാൻ? എനിക്ക് 3/2 kB into Na into T. And what is kB into Na? kB into Na is nothing but R. So I can write 3/2 RT. Okay. This is for one mole. One molecule ആണെങ്കിൽ 3/2 kBT. For one mole 3/2 RT. കറക്റ്റ് അല്ലേ? ഒരു മോളിക്യൂൾ ആണെങ്കിൽ 3/2 kBT, ഒരു മോളിനാണെങ്കിലോ 3/2 RT. ഓക്കെ, ക്ലിയർ? അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് the molar specific heat capacity. The molar specific heat capacity. See, the molar specific heat at constant volume. നമുക്കറിയാം എന്താണ്? CV. CV for monatomic gases we can represent as du/dt. That is equal to how much? Yes, 3/2 RT. നമ്മൾ കണ്ടു 3/2 RT. And we know that for an ideal gas, നമുക്ക് എന്തറിയാം? For ideal gas actually Cp minus Cv is equal to R. ഇതൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സിൽ കാണും. Still Cp minus Cv is equal to R. And we know that Cv is equal to 3/2 RT. So Cp എന്തായിരിക്കും? Cp is nothing but Cv plus R. So that means 3/2 RT plus R. 3/2 RT. Correct അല്ലേ? Yes. So where Cp is the molar specific heat at constant pressure. So Cp എന്താ വരുന്നത്? 5/2 R. 5/2 R. അല്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 5/2 R. Yes. So the ratio of specific 5/2 RT. Yes. 3/2 RT and yes, 5/2 RT. The molar specific heat at constant volume. Yes. So I can write 3/2 RT and Cp minus Cv is equal to R. Cp minus Cv is equal to R. Cp minus Cv is equal to R. Easy alle? Cp minus Cv is equal to R. Yes. Okay. So similarly, diatomic, so the ratio of specific heat gamma. What is gamma? Gamma is Cp/C. So here any term important. Gamma is Cp/Cv
and Cp minus Cv is equal to R. Cp minus Cv is equal to R. Okay, diatomic gasന്റെ കേസിൽ പറയുകയാണെങ്കിൽ as explained earlier, a diatomic molecule treated as a rigid rotator like a dumbbell has 5 degrees of freedom. അല്ലെ, നമ്മൾ റിജിഡ് റൊട്ടേറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വി ആർ നോട്ട് കൺസിഡറിങ് വൈബ്രേഷണൽ മോഡ് ഹിയർ. സോ എത്ര മൊത്തത്തിൽ 5 ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും. 5 ഡിഗ്രി ഓഫ് ഫ്രീഡം മീൻസ് 3 ട്രാൻസ്ലേഷണൽ 2 റൊട്ടേഷണൽ. യൂസിങ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, ദ ടോട്ടൽ ഇന്റേണൽ എനർജി എന്തായിരിക്കും ഫോർ എ മോൾ? 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ഒരു മോളിക്യൂളിന് എത്ര കാണും? 5 into half kBt. 5 into half kBt. ഒരു മോളിന് എത്ര കാണും? ഇതിനെ Na കൊണ്ട് ഗുണിക്കുക. ഓക്കെ, സോ ടോട്ടലി 5/2 kb NaT. kb into Na is R. ടോട്ടൽ എത്ര കിട്ടും? 5/2 RT. 5/2 RT അല്ലേ? 5/2 RT. അതാണ് ഇവിടെ മിസ്റ്റേക്ക്. ഇവിടെ നോക്ക്, ഇവിടെ ടി ഇല്ല. Cv for monatomic gas is 3/2 R ആണ്. 3/2 R ആണ്. Okay, that is important. Cv for monatomic gas is 3/2 R. Okay, so 3/2 R ആണ് വരേണ്ടത്. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 3/2 R plus R is how much? 3/2 R plus R is 5/2 R. Yes. Okay. Yes. സോ മോണാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ മോണാറ്റോമിക് ഗ്യാസിന് ഇത്ര ഓർമ്മിച്ചാൽ മതി. ഒരു മോളിന്റെ എനർജി വരുന്നത് എത്രയാണ്? ഒരു മോളിന്റെ എനർജി കണ്ട, ആക്ച്വലി Cv കണ്ട നമ്മൾ du/dt, അതായത് ഈ നമ്മൾ കിട്ടിയ എനർജീനെ കണ്ട, നമ്മൾ ഇന്റേണൽ എനർജീനെ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്ച്വലി പറയുകയാണെങ്കിൽ Cv കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് മോണാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും? മോണോatomic ഗ്യാസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ U comes out as 3/2 RT for a mole. Internal energy comes out as 3/2 RT, and Cv comes out as 3/2 R, and Cp comes out as 5/2 R, and Cp minus Cv equal to R, and gamma is what? Cp/Cv, and that will be 5/3. സോ ഒരു മോണോatomic ഗ്യാസിന്റെ കേസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? മെമ്മറൈസ് ചെയ്യണം. ഗാമ ഇതാണ് 5/3 ആണ്, Cp/Cv, and Cp minus Cv is R, Cp is 5/2 R, Cv is 3/2 R, and U is 3/2 RT. ഇനി നമ്മൾ സിമിലർലി നമ്മൾ ഡൈഅറ്റോമിക് ഗ്യാസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇന്റേണൽ എനർജി വരുന്നത് 5/2 RT. Cv ഇപ്പൊ എന്തായിരിക്കും? 5/2 R. Cp എങ്ങനെ കിട്ടുന്നത്? Cp minus Cv equal to R. So Cp will be Cv plus R. So Cv എന്താണ് ഇവിടെ? 5/2 R plus R. This will be how much? 7/2 R. So Cp is 7/2 R. And gamma for rigid diatomic. എന്തിനാണ് ഇവിടെ റിജിഡ് എന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നത്? നമ്മൾ വൈബ്രേഷണൽ മോഡ് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതിനാണ് നമ്മൾ റിജിഡ് എന്ന് സ്പെഷ്യലി എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്യുന്നത്. Gamma will be Cp/Cv, that is 7/5. If okay, അതിലേക്ക് നമുക്ക് വരാം. സോ ഡയറ്റോമിക്, റിജിഡ് ഡയറ്റോമിക് അല്ലെ. അടുത്ത എന്തിന്റെ കേസ് പറയാം? റിജിഡ് ഡയറ്റോമിക്കിന്റെ കേസ് പറയാം. റിജിഡ് ഡയറ്റോമിക്, there is no vibrational mode. So റിജിഡ് ഡയറ്റോമിക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്റേണൽ എനർജി comes out as for a 1 mole 5/2 RT, Cv is 5/2 R, and Cp is 7/2 R, and gamma is 7/5. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു റിജിഡ് ഡയറ്റോമിക്കിന്റെ കാര്യത്തിൽ വരുന്നത്. 5/2 R, 7/2 R, and 7/5. Okay, if the diatomic molecule is not rigid but has in addition a vibrational mode, ഒരു വൈബ്രേഷണൽ മോഡ് കൂടി കാണുമെങ്കിലോ? വൈബ്രേഷണൽ മോഡ് നമുക്കറിയാം എന്താണ്, മൊത്തത്തിൽ kBt ആണ് എടുക്കേണ്ടത്. സോ മൊത്തത്തിൽ എത്ര കിട്ടും അല്ലെ? വൈബ്രേഷണൽ എടുക്കേണ്ടി വരുമ്പോ ഇവിടെ സ്പേസ് ഉണ്ട്. സോ നമ്മൾ വൈബ്രേഷണൽ കൂടി കൺസിഡർ ചെയ്യേണ്ട സിറ്റുവേഷനിൽ നമുക്കറിയാം. സോ വൈബ്രേഷൻ വരുമ്പോ മൊത്തത്തിൽ 5/2 ഫോർ 1 മോളിക്യൂൾ 5/2 kBt ഉണ്ട്. കൂടാതെ വൈബ്രേഷൻ എന്താണ്? ഹാഫ് kBt, 1 kBt ആണ്. സോ പ്ലസ് 1 kBt, ടോട്ടൽ എത്രയായി? മൊത്തം 7/2 kBt ഒരു മോളിക്യൂളിന്. സോ ഒരു മോളിന് എടുക്കുമ്പോൾ എന്നെ കൊണ്ട് ഗുണിക്കുക. സോ നമുക്ക് 7/2 RT കിട്ടും. 7/2 RT കറക്റ്റ് അല്ലേ? 7/2 RT ആയിരിക്കും
vibration if the atomic molecule is not rigid but has in addition a vibrational mode. See, not rigid and has in addition a vibrational mode ആണെങ്കിൽ 7/2 RT ആയിരിക്കും. So CV 7/2 R ആയിരിക്കും, CP 9/2 R ആയിരിക്കും, gamma will be 9/7 R. Okay, yes. നമ്മളിനി പോളി അറ്റോമിക്കിന്റെ കാര്യത്തിലേക്ക് പോവാണെങ്കിൽ ഇൻ ജനറൽ എ പോളി അറ്റോമിക് മോളിക്യൂൾ ഹാസ് ജനറലി പറയുകയാണെങ്കിൽ 3 ട്രാൻസ്ലേഷനിൽ 3 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, കറക്റ്റ്, ആൻഡ് എ സർട്ടൻ നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്. According to the law of equipartition of energy, it is easily seen that 1 mole of such a gas has 3/2 kBt, the translational 3/2 kBt, the rotational 3/2 kBt, the vibrational F kBt തന്നെ. So CV നമുക്ക് എന്താന്ന് പറയാ, ആക്ച്വലി ഇവിടെ 3+FR, കറക്റ്റ് അല്ലേ? ഓർ CPO 4+FR. Gamma will be 4+F divided by 3+F. Okay. Note that CP minus CV is equal to R is true for any ideal gas, whether it's mono, di, or polyatomic. Okay. So നമുക്ക് എന്ത് കിട്ടി? Okay. നമ്മളിതെല്ലാം yes beautifully കണ്ടു. And specific heat capacity of solids ഒരു small portion ആണ്. നമുക്ക് അതും കൂടി നോക്കാം. We can use the law of equipartition of energy to determine specific heats of solids also. Consider a solid of total number of n atom, each vibrating about its mean position. An oscillation in one dimension has average energy of 1 kBt അല്ലേ? അതാണ് സോളിഡ്സിലെ ഓരോ ആറ്റം എന്ത് ചെയ്യാണ്, ഓസിലേറ്റ് ചെയ്യാണ്. സോ 1 kBt എനർജി കാണും. In 3 dimension, the average energy will be 3 kBt. So like for a mole of solid, n is equal to Na, and the total energy will be 3/2, sorry, not 3/2, 3 RT. അതായത് സോളിഡ്സിൽ നമ്മൾ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡമോ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡമോ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ സോളിഡ്സിൽ ഓരോ ആറ്റത്തിനും എന്താണ് ഉള്ളത്, വൈബ്രേഷൻ. നമ്മൾ സോളിഡ്സിൽ എടുക്കുമ്പോൾ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, വൈബ്രേഷൻ ആണ് അല്ലെ? വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്, വൈബ്രേഷൻ ആണ്. വൈബ്രേഷൻ നമുക്കറിയാം ഒരു മോളിക്യൂളിന് എത്രയാണ്, ഫോർ 1 മോളിക്യൂൾ, ഒരു മോളിക്യൂളിന് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ എത്ര കാണും എനർജി, 1 kBt. ദർ ഇസ് നോ ഹാഫ് അല്ലെ? സോ ഫോർ അപ്പൊ എത്ര ആക്സിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും, 3 ആക്സിസിൽ. സോ മൊത്തത്തിൽ ഒരു മോളിക്യൂളിന് എത്ര കാണും, 3 kBt. ഒരു മോളിന് എത്ര കാണും, ഫോർ 1 മോൾ നമ്മൾ Na കൊണ്ട് ഗുണിക്കുമ്പോൾ 3 kBt into Na. ലാസ്റ്റ് നമുക്ക് എന്തായിട്ട് എഴുതാത്, 3 RT. നോ 3/20, just 3 RT. just 3 RT. Now at constant pressure we know that delta Q is equal to delta U plus P delta V. Okay, since for solid delta V is negligible, hence we can write delta Q equal to delta U, which is equal to 3 RT, and we know that specific heat capacity is delta Q by delta T, which is also equal to delta U by delta T, that is actually 3R. So ഇത്രയാണ് സോളിഡ്സിന് വരുന്നത് 3R. ഓക്കെ, യെസ്. മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, the question says estimate the average thermal energy. നമ്മൾ എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്, ആവറേജ് തെർമൽ എനർജി. Estimate average thermal energy of a helium atom. Okay, average thermal energy ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ഫോർ എ ഹീലിയം ആറ്റം. അറ്റ് റൂം ടെമ്പറേച്ചറിൽ ആദ്യം ചെയ്യണം, ദാറ്റ് ഈസ് 27 ഡിഗ്രി സെൽഷ്യസ്. പിന്നെയോ the temperature on the surface of the sun, that is 6000 Kelvin, അവിടെ നമ്മൾ കാണണം. പിന്നെയോ temperature of 10 million Kelvin, temperature of 10 million Kelvin, the typical core temperature in case of a star. So നമുക്ക് 3 ഡിഫറെന്റ് സിനാരിയോസ് ഓഫ് ടെമ്പറേച്ചർ ഗിവൺ ആണ്. അവിടെ നമുക്ക് എന്താണ് കാണേണ്ടത്, ആവറേജ് തെർമൽ എനർജിയാണ് കാണേണ്ടത്. നമുക്ക് കാണാം ആവറേജ് തെർമൽ എനർജിയിലേക്ക് വരാം. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യട്ടെ, മൊത്തത്തിൽ റബ് ചെയ്ത് കളയട്ടെ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആവറേജ് തെർമൽ എനർജി ഫോർ ഹീലിയം. സോ ഫോർ ഹീലിയം സിമ്പിൾ ആണ്. ഹീലിയം എന്താണ്, ഹീലിയം ഈസ് എ മോണോ അറ്റോമിക് ഗ്യാസ് അല്ലെ? നമ്മൾ ആവറേജ് തെർമൽ എനർജി പറയുമ്പോൾ ആദ്യം ഏത് മോളിക്യൂളിനെ നോക്കണം. ഇപ്പൊ മോളിക്യൂൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്താണ്, ഇക്വേഷൻ മാറത്തില്ല, ഇക്വേഷൻ ചേഞ്ച് ചെയ്യും അല്ലെ? സോ മോണോ അറ്റോമിക് ആണെന്ന് നമ്മൾ മോണോ അറ്റോമിക് ആണെന്ന് കണ്ടാൽ
മോണോ അറ്റോമിക് ആണെന്ന് നമ്മൾ കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഇറ്റ് ഈസ് മോണോ അറ്റോമിക്. നോക്കിക്കോ. സോ മോണോ അറ്റോമിക് എത്ര കാണും? എവറേജ് എനർജി എന്താണ്? 3/2 RT. ഡയറ്റോമിക്കിനോ 5/2 RT റിജിഡ് ആണെങ്കിൽ. വൈബ്രേഷൻ ആണെങ്കിൽ 7/2 RT. ഓക്കെ, നമ്മൾ ക്ലിയർ ആണ്. നോക്കിക്കോ. സോ ആവറേജ് തെർമൽ എനർജി ആണ് കാണേണ്ടത്. ആവറേജ് തെർമൽ എനർജി നമുക്ക് കാണേണ്ടത് ഹീലിയം ആറ്റം. സോ അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കി പോകാം അല്ലേ. ഓഫ് എ ഹീലിയം ആറ്റം, ഒരു ഹീലിയം ആറ്റത്തിനെ ജസ്റ്റ് കണ്ടാൽ മതി. ജസ്റ്റ് ഒരു ഹീലിയം ആറ്റത്തിനെ കണ്ടാൽ മതി. ഓക്കെ, സോ ഹീലിയം ആറ്റാണ്. ജസ്റ്റ് വൺ ഹീലിയം ആറ്റം. ജസ്റ്റ് വൺ ഹീലിയം ആറ്റം മീൻസ് നമ്മൾ KB 3/2 KBT എടുത്താൽ മതി. സോ ആവറേജ് തെർമൽ എനർജി എന്തായിരിക്കും? ആവറേജ് തെർമൽ എനർജി വിൽ ബി average thermal energy for one just helium atom will be how much? 3/2 KBT. കറക്റ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഒന്നാമത്തെ സിനാരിയോ നമ്മൾ എവിടെ നിന്നുള്ളതാണ് കാണേണ്ടത്? അറ്റ് റൂം ടെമ്പറേച്ചറിലുള്ള സിനാരിയോ ആണ് കാണേണ്ടത്. റൂം ടെമ്പറേച്ചർ ഈസ് ഗിവൺ 27 ഡിഗ്രി സെൽഷ്യസ്. ഒന്നാമത്തെ സിനാരിയോ. At room temperature, at where? Room temperature, and room temperature is given, T is given 27 degree Celsius. So ഇതിനെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ എഴുതാം? എനിക്ക് 27 plus 273 will be how much? 280, 300 Kelvin. 300 Kelvin. ഓക്കെ, ഇനി നമുക്കറിയാം ബോൾസ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണ്? ബോൾസ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1.38 into 10 raised to -23. യൂണിറ്റ് എന്തായിരുന്നു ഇതിന്? യൂണിറ്റ് മീറ്റർ സ്ക്വയർ കിലോഗ്രാം സെക്കൻഡ് റൈസ് ടു -2 കെൽവിൻ ഇൻവേഴ്സ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എല്ലാ വാല്യൂസ് നമ്മളിൽ ഗിവൺ ആണ്. സോ ആവറേജ് തെർമൽ എനർജി വിൽ ബി 3/2 into 1.38 into 10 raised to -23 into 300. Okay, so it will be എനിക്ക് എന്തെടുക്കാം? ഈ 3, so 9 into 1.38 divided by 2, 10 raised to 2, so 10 raised to -21 ആക്കി മാറ്റാം അല്ലേ? യെസ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ പോർഷൻ നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് വാല്യൂ ആണ് 9 into 1.38 divided by 2. ഒരു കാര്യം ചെയ്യാം, ആദ്യം 138ന്റെ ഹാഫ് കാണാം അല്ലെ. 6 2 12, 1 ബാക്കി 18 എത്ര 2 ഉണ്ട്? 9, 2 9 12 അല്ലേ? യെസ്. നമുക്ക് എന്താ പറയാം? 0.69 അല്ലെ. 0.69 1.38 ആണെങ്കിൽ. സോ 9 into 0.69, that is simply but 69 into 9. 9 9 81, 8 ബാക്കി 6 9 എത്രയാണ്? 54, 8 എത്ര വരുന്നത്? 62. എത്ര? 6.21 അല്ലെ. 6.21 വരും. സോ 6.21 into 10 raised to -21. 6.21 into 10 raised to -21 ജൂൾ. കാൽക്കുലേഷനും ഈസിയാണ്, കാൽക്കുലേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. ഇതായിരിക്കും അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, ഇനി രണ്ടാമത്തെ സിനാരിയോ എവിടെ നിന്നുള്ളതാണ്? രണ്ടാമത്തെ സിനാരിയോ നോക്കാം നമുക്ക്. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് the temperature on the surface of the sun, where some temperature is 6000 Kelvin. That is temperature എവിടെയാണ്? surface of the sun ആണ്. at surface of sun where temperature is given 6000 Kelvin. Let me write 6 into 10 raised to 3 Kelvin. കറക്റ്റ് അല്ലേ? നമുക്കറിയാം ആവറേജ് thermal energy will be for one helium atom 3/2 KBT. We know that KB is 1.38 into 10 raised to -23 meter square kilogram second raised to -2 Kelvin inverse.
അല്ലെ? ജസ്റ്റ് കാൽക്കുലേഷൻ അല്ലേ, ജസ്റ്റ് ചെയ്താൽ മതി. സോ വിൽ ബി ഹൗ മച്ച്? നമുക്ക് ചെയ്തു പോകാം. ആവറേജ് തെർമൽ എനർജി വിൽ ബി 3/2 into kb 1.38 into 10 raised to -23 into temperature is 6 into 10 raised to 3. ഇനി ഇവിടെ നമുക്ക് ഷോർട്ടാക്കി പെട്ടെന്ന് സോൾവ് ചെയ്ത് പോകാം. ഈ 6 2 നമുക്ക് ഇവിടെ 3 എഴുതാം. അഗൈൻ 9 into 1.38 9 into 1.38 വരും അല്ലെ, ഇൻറ്റു 10 raised to -20 വരും, 9.138. സോ നമുക്ക് ചെയ്യാം 138 into 9 8 72 7 ബാക്കി 3 27 വരും, 27 27 വരും 34 3 ബാക്കി, ദാറ്റ് ഈസ് 12. സോ 2 ഡിജിറ്റ് 12.42. സോ ഇറ്റ് കംസ് ഔട്ട് ആസ് 12.42 into 10 raised to -20 joule. 12.42 into 10 raised to -20 joule. ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ? 1.242 into 10 raised to -19 joule. കറക്റ്റ് അല്ലേ? 1.242 into 10 raised to -19 joule. ഓക്കെ, ഇതായിരുന്നു ഒറ്റ സർഫസ് ഓഫ് സൺ. ഇനി മൂന്നാമത്തെ സിനാരിയോ എന്താ? The temperature of 10 million Kelvin, typical core temperature in the case of star. Okay, in the case of star ആണ് നമ്മൾ മൂന്നാമത്തെ കേസ് സിനാരിയോ. മൂന്നാമത്തെ സിനാരിയോ വരുന്നത് എവിടെയാണ്? സ്റ്റാറിലാണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് സ്റ്റാർ, in case of star where temperature is given as 10 million Kelvin. 10 million Kelvin. 10 million Kelvin. 10 million Kelvin എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആക്ച്വലി 1 million is, we know that 1 million is 10 raised to 6. So 10 million means 10 into 10 raised to 6 Kelvin. That is 10 raised to 7 Kelvin. So temperature കിട്ടി, and we know that U is equal to 3/2 kBT, where kB is 1.38 into 10 raised to -23 meter square kilogram second raised to -2 Kelvin inverse. കറക്റ്റ് അല്ലേ? യെസ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇത് ഓക്കെ, സോ കാൽക്കുലേറ്റ് ചെയ്യാം. യു വിൽ ബി 3/2 into kb 1.38 into 10 raised to -23 into 10 raised to 7. സോ എത്ര വരും? സോ നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. 3/2 into 1.38. 1.38ന്റെ ഹാഫ് എന്തായിരുന്നു നേരത്തെ കിട്ടിയത്? 1.38ന്റെ ഹാഫ് നമുക്ക് വന്നത് 0.69 ആയിരുന്നു അല്ലെ? സോ 0.69 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 into 0.69 into 10 raised to -23 plus 7 എത്ര വരും? 10 raised to -16. ഇനി 3 into 0.69 നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. 3 27 2 ബാക്കി 20. കറക്റ്റ് അല്ലേ? 10 raised to -16 joule. 2.07 into 10 raised to -16 joule. ഓക്കെ, നമ്മൾ 3 സിനാരിയോയിലുള്ള എന്ത് കണ്ടു? ആവറേജ് തെർമൽ എനർജി ഓഫ് എ ഹീലിയം ആറ്റം എന്ത് ചെയ്തു നമ്മൾ കണ്ടു. ഓക്കെ, ബിഫോർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇത് എറേസ് ചെയ്ത് കളയാം. ഓക്കെ, സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരു ഹീലിയം ആറ്റത്തിനാണ് ചോദിച്ചത് 3/2 kBT. സപ്പോസ് ചോദ്യം ഒരു മോളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3/2 RT ചെയ്താൽ മതി അല്ലേ? വളരെ സിമ്പിൾ ആണ്. കാരണം kB into അവഗാഡ്രോസ് നമ്പർ ഈസ് റിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് R. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ഡൺ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. We have a three vessel of equal capacity have gases at the same temperature and pressure. നമുക്ക് 3 വെസൽ ഉണ്ട്, ഈക്വൽ കപ്പാസിറ്റി ആണ്, have at same temperature and pressure. Equal capacity means equal volume. The first vessel contains neon, that is a monatomic gas. Second vessel contains chlorine, that is a diatomic gas. Third contains uranium hexafluoride, that is polyatomic gas. നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാം? അത് പ്രകാരം നമുക്ക് 3 വെസൽ വരക്കാം. വി ഹാവ് 3 വെസൽ. നമുക്ക് നമ്മളെ കയ്യിൽ എന്തുണ്ട്? 3 വെസൽ ഉണ്ട് ഓഫ് ഈക്വൽ കപ്പാസിറ്റി. ഓഫ് ഈക്വൽ കപ്പാസിറ്റിയാണ് 3 വെസൽ. ഓക്കെ, ഞങ്ങൾ ഇത് 3 വെസൽ വരച്ചു ഫോർ ഈക്വൽ കപ്പാസിറ്റി അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്.
സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി ഒന്നാമത്തെ വെസലുള്ളത് ആരാന്നറിയാവോ? നിയോൺ ആണ്. ഒന്നാമത്തെ വെസലുള്ളത് ആരാണെന്നറിയാവോ? നിയോൺ ആണ്. രണ്ടാമത്തെ വെസലുള്ളത് ക്ലോറിൻ ആണ്, ക്ലോറിൻ. മൂന്നാമത്തെ വെസലുള്ളതോ യുറാനിയം ഹെക്സാ ഫ്ലൂറൈഡ്. UF6, യുറാനിയം ഹെക്സാ ഫ്ലൂറൈഡ്. സോ ഇതെന്താണ്? ഇത് മോണോ അറ്റോമിക് ആണ്. നിയോൺ ഈസ് മോണോ അറ്റോമിക് അല്ലെ? നിയോൺ മോണോ അറ്റോമിക് ആണ്. ക്ലോറിൻ ഈസ് ഡൈ അറ്റോമിക്. യുറാനിയം ഹെക്സാ ഫ്ലൂറൈഡോ പോളി അറ്റോമിക്. മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, പോളി അറ്റോമിക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞു. പിന്നെന്താ പറയുന്നത്? ഡു ദ വെസൽസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് റെസ്പെക്റ്റീവ് മോളിക്യൂൾ? അതായത് എല്ലാ വെസൽസിലും ഈക്വൽ നമ്പർ ഓഫ് റെസ്പെക്റ്റീവ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. അങ്ങനെ ഒന്നാമത്തെ ചോദ്യം. അതിലേക്ക് കടക്കാം. നോക്കിക്കോ. അപ്പം ഓരോന്നിന്റെയും എന്താണ് ഈക്വൽ കപ്പാസിറ്റി? മീൻസ് ഓരോന്നിന്റെയും വോളിയവും സെയിം ആണ് അല്ലേ? യെസ്. അപ്പൊ നമുക്കറിയാം നമ്മൾ എന്തുണ്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എടുത്താൽ നമുക്ക് എന്താ പറയാൻ പറ്റും? PV = nRT. നോക്ക്, ഓരോ വെസലിലും P സെയിം ആണ്, V സെയിം ആണ്, T സെയിം ആണ്, R ഈസ് എ കോൺസ്റ്റന്റ്. സോ N should be same. N should be same. N should be same. N should be same. That means ഈക്വൽ നമ്പർ ഓഫ് എന്തായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. സോ ഈക്വൽ നമ്പർ ഓഫ് റെസ്പെക്റ്റീവ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. ഈക്വൽ നമ്പർ ഓഫ് റെസ്പെക്റ്റീവ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഈക്വൽ നമ്പർ ഓഫ് റെസ്പെക്റ്റീവ് മോളിക്യൂൾസ്. രണ്ടാമത്തെ ചോദ്യം, ഈസ് ദ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഓഫ് മോളിക്യൂൾ the same in the three cases? If not, which case is VRMS is largest? Okay, VRMS മൂന്നിന്റെയും കാണണം. അത് ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവ്, സെയിം ആണോ എന്നൊക്കെയാണ് ചോദ്യം. നമ്മള് VRMS നമ്മൾ കണ്ടിരുന്നു. എവിടെയാ കണ്ടത്? സി VRMSന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. RMS വെലോസിറ്റി എവിടെയായിരുന്നു എഴുതിയത്? RMS വെലോസിറ്റി, യെസ്, ഇതാണ് നമ്മൾ RMS വെലോസിറ്റിയുടെ ഫോർമുല. ടെമ്പറേച്ചറിന്റെ ടേംസിൽ 3RT/m. എന്താണ് ഫോർമുല? √3RT/m. √3RT/m. Rm is molecular mass. √3RT/m. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? √3RT/m എന്നാണ് RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് ഇൻ ടേംസ് ഓഫ്. ഓക്കെ, ഓരോന്നിന്റെയും കാണാം അല്ലേ? നമുക്ക് എന്താ പറയാം? VRMS ഈസ് ഈക്വൽ ടു √3RT/m. ഇവിടെ R എല്ലാവർക്കും സെയിം ആണ്, ടെമ്പറേച്ചർ എല്ലാവർക്കും സെയിം ആണ്. ബട്ട് M മാത്രമാണ് എല്ലാവരുടെ കേസിൽ എന്താവുന്നത്? ഡിഫറെന്റ് ആയിട്ട് വരുന്നത് അല്ലേ? എല്ലാവരുടെയും കേസിൽ ഡിഫറെന്റ് ഒന്ന് മാത്രമേ ഉള്ളൂ. M മാത്രമേ എല്ലാവരുടെ കേസിലും ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. സോ എനിക്ക് പറയാൻ പറ്റും VRMS ഈസ് directly proportional to 1/√m. Actually, molar mass inversely proportional ആണ്. So I can say more the molar mass, less will be the RMS velocity. നമുക്ക് എല്ലാത്തിന്റെയും മോളിക്കുലാർ മാസ് ആദ്യം നോക്കാം. ഒന്നാമത്തത് മോളിക്കുലാർ മാസ് ഓഫ് നിയോൺ ഉണ്ട്, മോളിക്കുലാർ മാസ് ഓഫ് ക്ലോറിൻ ഉണ്ട്, ആൻഡ് മോളിക്കുലാർ മാസ് ഓഫ് യുറാനിയം ഹെക്സാ ഫ്ലൂറൈഡ് ഉണ്ട്. ആർക്കാണ് ഏറ്റവും കൂടുതൽ? യെസ്. സോ മാസിന്റെ ഓർഡർ ഇങ്ങനെയല്ലേ വരുന്നത്? യുറാനിയം ഹെക്സാ ഫ്ലൂറൈഡ് ആണ് ഏറ്റവും കൂടുതൽ മോളിക്കുലാർ മാസ്, ദെൻ ക്ലോറിൻ, ദെൻ നിയോൺ. സോ നമുക്ക് പറയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? സോ RMS വെലോസിറ്റിയോ നിയോണിനായിരിക്കും കൂടുതൽ. പിന്നെ നമുക്ക് ആരെ കാണാൻ പറ്റും? ക്ലോറിന് കിട്ടും. പിന്നെയോ RMS വെലോസിറ്റി ആർക്കായിരിക്കും കൂടുതൽ? പിന്നെ UF6. ഓക്കെ, സോ നിയോൺ ഹാസ് ദ ലാർജസ്റ്റ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? നിയോൺ ഹാസ് ദ ലാർജസ്റ്റ് VRMS among the given vessels, among the three. ഓക്കെ, സോ നിയോൺ ആണ് എന്ത് ചെയ്തത്? ഏറ്റവും കൂടുതൽ RMS സ്പീഡ് ഉണ്ടാവും.
So 12.8 done. Let's move to 12.9. At what temperature? ചോദ്യമാണ്. At what temperature is the root mean square speed of an atom? Atom in an argon gas. Okay, in an argon gas cylinder equal to RMS speed of a helium gas atom at minus 20 degree Celsius. Atomic mass of argon given, atomic mass of and helium also given. Again a beautifully crafted ചോദ്യമാണ്. ജസ്റ്റ് നമ്മൾ RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്താൽ മതി, കളിച്ചാൽ മതി. എന്താണ് RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ? root of 3RT by m, where m is molecular mass. സോ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അല്ലെ, ഇവിടെ എന്താണ് നമ്മൾ രണ്ടുണ്ട്, ഒന്ന് ആർഗൺ ഉണ്ട് അല്ലെ, ഒന്നാമത്തെ ആരുണ്ട് ആർഗൺ ഉണ്ട്, രണ്ടാമത്തെ ആരുണ്ട് ഹീലിയം ഉണ്ട്. സോ ഇവിടെ ഞാൻ ആരെടുക്കാണ്, ആർഗൺ എടുക്കാണ്, ആർഗൺ ഗ്യാസ്. ഇനി ഇവിടെ ഞാൻ ആരെടുക്കാണ്, ഹീലിയം ഗ്യാസ്. ആർഗൺ ഗ്യാസും ഹീലിയം ഗ്യാസും, ആർഗൺ ഗ്യാസും ഹീലിയം ഗ്യാസും. ഓക്കെ, ആർഗൺ ഗ്യാസും ഹീലിയം ഗ്യാസും. സോ ആർഗൺ ഗ്യാസിന്റെ സോ ആദ്യം നമുക്ക് RMS എന്ത് കാണാം, RMS ഈക്വൽ അല്ലേ, VRMS ഈക്വൽ അല്ലേ. ഓക്കെ, ഈക്വൽ. സോ VRMS രണ്ടിനും ഈക്വൽ ആകണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇരിക്കുന്ന സിനാരിയോ. സോ ഇവിടെ നമുക്കറിയാം VRMS ഈസ് ഈക്വൽ ടു root of 3RT by molecular mass of argon, temperature of argon. ഇതുപോലെ ഇവിടെയും VRMS പറയുകയാണെങ്കിൽ root of 3R temperature of helium divided by molecular mass of helium. ഓക്കെ, ആക്ച്വലി നമ്മൾ എന്താണ് കാണേണ്ടത്, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. മോളിക്കുലാർ മാസ് ഓഫ് ആർഗൺ ഗിവൺ ആണ്. എത്രയാണ് മോളിക്കുലാർ മാസ് ഓഫ് ആർഗൺ? മോളിക്കുലാർ മാസ് ഓഫ് ആർഗൺ ലൈക് അറ്റോമിക് മാസ്. ഓക്കെ, ആർഗൺ ഇസ് മോണോറ്റോമിക് ഗ്യാസ്. സോ അറ്റോമിക് മാസ് വരുന്നത് എത്രയാണെന്ന് അറിയാമോ? അറ്റോമിക് മാസ് 39.9 യൂണിറ്റ്. അതേപോലെ ഹീലിയത്തിന്റെ, ഓക്കെ, ഇനി ഹീലിയത്തിന്റെ ടെമ്പറേച്ചർ ഗിവൺ ആണോ? ഗിവൺ ആണ്. ഇനി ഹീലിയത്തിന്റെ മോളിക്കുലാർ മാസ് ഗിവൺ ആണ്. എത്ര? 4 യൂണിറ്റ് അല്ലെ, 4 യൂണിറ്റ് അല്ലെ ആണ്. ഹീലിയം ഗ്യാസ് അറ്റ് -20 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഈസ് -20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ -20 പ്ലസ് 273, ദാറ്റ് വിൽ ബി ഹൗ മച്ച്? 253 കെൽവിൻ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം അല്ലേ. കാരണം RMS സ്പീഡ് എന്താണ്, ഈക്വൽ ആണ് അല്ലെ. അതായത് VRMS ഓഫ് argon is equal to root mean square velocity of helium. Having said this, I can write as root of 3RT argon divided by molecular mass of argon, which is equal to root of 3RT of helium divided by molecular mass of helium. So ഞാൻ രണ്ട് ഇക്വേഷൻ സ്ക്വയർ ചെയ്യാണ്. ഇങ്ങനെ ഇവിടെ 3RT argon divided by molecular mass of argon, which is equal to 3RT of helium divided by molecular mass of helium. സോ ഇവിടെ എനിക്ക് എന്തൊക്കെ കട്ട് ചെയ്യാം, ഇവിടെ 3R കട്ട് ചെയ്യാം. T of temperature of argon അല്ലേ കാണേണ്ടത്. That will be equal to temperature of helium divided by molecular mass of helium into molecular mass of argon. So this comes out as temperature of helium and temperature of helium 253 Kelvin. 253 divided by molecular mass of helium 4 into molecular mass of argon 39.9. And approximate 40 എടുക്കാണ് for ease of calculation. For ease of calculation approximate 40 എടുക്കാണ്. So ഇവിടെ എനിക്ക് 4 10 കിട്ടും. That means 2530 Kelvin. Approximate വരും 2530 approx. 2530 Kelvin. Approx എത്രയാണ് വരുന്നത്? 2530. ആക്ച്വലി ഇവിടെ 39.9 ആയിരുന്നല്ലോ. സോ ആക്ച്വൽ ടെമ്പറേച്ചർ വരുന്നത്, ലൈക് എക്സാക്ട് ടെമ്പറേച്ചർ വരുന്നത് 2523.675 കെൽവിൻ. ഇവിടെ ഇത് കിട്ടിയ എന്തുകൊണ്ടായിരുന്നു, ഞാൻ അതായത് 40 എടുത്തുകൊണ്ടാണ്. ഓക്കെ, അത് ഓർമ്മിക്കാം. നമ്മൾ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാണ്. ഓക്കെ, എസ്റ്റിമേറ്റ് ദ
mean free path and collision frequency of nitrogen, mean free path collision frequency of a nitrogen molecule in a cylinder containing nitrogen at 2 atm and temperature 17 degrees Celsius. Take the radius of a nitrogen molecule to be roughly 1 angstrom. Compare the collision time with the time molecule moves freely between two successive collision time കാണണം. And molecular mass of nitrogen is given. Molecular mass of nitrogen is given. Okay. So mean free path. ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ്? മീൻ ഫ്രീ പാത്ത്. അതിനു മുമ്പ് നമ്മൾ പ്രീവിയസ് ചെയ്ത ചോദ്യം ഇല്ലേ, അതിൽ നമുക്ക് നോക്ക്, നമ്മൾ RMS സ്പീഡ് പറയുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. റൂട്ട് ഓഫ് 3RT/m യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമുക്ക് റൂട്ട് ഓഫ് 3kT/m. റൂട്ട് ഓഫ് 3RT/m, അവിടെ m എന്താ വരുന്നത്? മോളിക്കുലർ മാസ് ആണ്. റൂട്ട് ഓഫ് 3kT/m, അവിടെ m വരുന്നത് എന്താണ്? ഗിവൺ മാസ് അല്ലേ? യെസ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൻ ഫ്രീ പാത്ത് കാണാം. ഓക്കെ. ഫസ്റ്റ് അവർ എയിം ഈസ് ടു ഫൈൻഡ് മെയിൻ ഫ്രീ പാത്ത്. മെയിൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? ലാംഡ m ഈസ് ഈക്വൽ ടു മെയിൻ ഫ്രീ പാത്ത് ഈസ് ഈക്വൽ ടു 1/√2 പൈ ND സ്ക്വയർ അല്ലെ. ഇവിടെ ഡി എന്തായിരുന്നു? ഇവിടെ ഡി വരുന്നത് ഡയമീറ്റർ ആയിരുന്നു, ഒരിക്കലും മറക്കരുത്, ഡയമീറ്റർ ആയിരുന്നു. ആൻഡ് n വരുന്നതോ പാർട്ടിക്കിളിന്റെ ഡെൻസിറ്റി ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, നോട്ട് നമ്പർ ഓഫ് മോൾസ്. പാർട്ടിക്കിൾ ഡെൻസിറ്റി ആണ് വരുന്നത്. യെസ്. ആക്ച്വലി ഇവിടെ n എന്താണ്? ആക്ച്വലി ദാറ്റ് ഈസ് നമ്പർ, ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ വോളിയം അല്ലെ. ഇനി നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. എങ്ങനെ? വി നോ ദാറ്റ് PV is equal to nRT അല്ലെ. PV is equal to nRT, or I can also write as PV is equal to capital N KBT അല്ലെ. ഒരുപാട് കണ്ടതല്ലേ. or I can write this as n/v KBT, or n/v is P/KBT. and this is what our n, correct അല്ലേ? നമ്മൾ n ആണ് ഇത്, that is P/KBT. സോ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. n ഈ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. n ഈ വാല്യൂ കൊടുത്താൽ ലാംഡ I can write as KBT divided by √2 പൈ PD സ്ക്വയർ. കാരണം പ്രഷർ ടെമ്പറേച്ചർ ടേംസിലേക്ക് ഇക്വേഷൻ എന്ത് ചെയ്ത് മാറ്റി എഴുതി. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് മാറ്റി എഴുതി. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെ ആണ്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം അല്ലെ. KB നമുക്കറിയാം എത്രയാണ്? 1.38 × 10⁻⁻23 അല്ലെ, മീറ്റർ സ്ക്വയർ കിലോഗ്രാം സെക്കൻഡ് ⁻⁻2 കെൽവിൻ ഇൻവേഴ്സ് അല്ലെ. ഇനി ഈ ചോദ്യത്തിലെ ടെമ്പറേച്ചർ ഗിവൺ ആണോ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഗിവൺ 17 degrees Celsius. ടെമ്പറേച്ചർ ഈസ് ഗിവൺ 17 degrees Celsius. സോ ഇൻ കെൽവിൻ 273 പ്ലസ് 17 എത്ര വരും? 280, 290 കെൽവിൻ വരും അല്ലെ. ഇനി നമുക്ക് കാണേണ്ടത് പ്രഷർ ആണ്. പ്രഷർ ഈസ് ഓൾസോ ഗിവൺ. പ്രഷർ ചോദ്യത്തിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 280 m. സോ 280 എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ പാസ്കലിലേക്ക് മാറ്റുമ്പോൾ 2 × 1.01 × 10⁵ പാസ്കൽ. ഡയമീറ്റർ D അല്ലെ, ഡയമീറ്റർ D ഗിവൺ ആണോ? ഐ തിങ്ക് റേഡിയസ് ഇസ് ഗിവൺ. സോ റേഡിയസ് എന്ത് ചെയ്താൽ മതി? 1 angstrom. റേഡിയസ് ഇസ് ഗിവൺ 1 angstrom. ഓക്കെ. സോ ഡയമീറ്റർ എന്തായിരിക്കും? 2 × റേഡിയസ്, കറക്റ്റ് അല്ലേ? 2 × റേഡിയസ്. സോ 2 × റേഡിയസ്. സോ 2 × 1 angstrom അല്ലേ? 1 angstrom. 1 angstrom means 10⁻⁻10. ഓക്കെ. സോ എല്ലാ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. സോ മീൻ ഫ്രീ പാത്ത് ലാംഡ m = KB, that is 1.38 × 10⁻⁻23. temperature is 290 divided by √2. √2ന്റെ വാല്യൂ എത്രയാണ്? √2 is I can take 1.414 and പൈ വരുന്നത് 3.14 into P 2 into ഇതല്ലേ, 2 into 1.01 into 10⁵5 into തീരുന്നില്ല, ഡയമീറ്ററിന്റെ സ്ക്വയർ എടുക്കണം, 2 into 10⁻⁻10 സ്ക്വയർ. സോ ഇത്രയും ഇതാണ് എന്ത് ചെയ്യുന്നത്?
ലാസ്റ്റ് വരുന്നത് കാൽക്കുലേഷൻ. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക ലാംഡ എം കിട്ടുന്നത് 1.11 into 10⁻⁻7 മീറ്റർ. ഒരു ഹെക്ടിക് കാൽക്കുലേഷൻ ആണ്. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മീൻ ഫ്രീ പാത്ത് കിട്ടുന്നത്. 1.11 into 10⁻⁻7 മീറ്റർ. 1.11 into 10⁻⁻7 മീറ്റർ മീൻ ഫ്രീ പാത്ത് ആണ് മീൻ ഫ്രീ പാത്ത്. ഇനി നമുക്ക് അടുത്തെന്താണ് കാണേണ്ടത്, കൊളീഷൻ ഫ്രീക്വൻസി. നമ്മൾ കൊളീഷൻ ഫ്രീക്വൻസി എങ്ങനെയാണ് കാണുന്നത്? കൊളീഷൻ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, കൊളീഷൻ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ആക്ച്വലി മീൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ മീൻ ഫ്രീ പാത്ത്. മീൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ മീൻ ഫ്രീ പാത്ത്. ഇതാണ് കൊളീഷൻ കാണാനുള്ള ഇക്വേഷൻ. മീൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ മീൻ ഫ്രീ പാത്ത്. ഇനി എന്താണ് മീൻ വെലോസിറ്റി? മീൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് 8RT by πm. റൂട്ട് ഓഫ് 8RT by πm. ഇത് നമ്മൾ ഇതിൽ കൊടുത്താൽ നമുക്ക് സോൾവ് ചെയ്യാം. റൂട്ട് ഓഫ് 8 into R എത്രയാണ് വരുന്നത്, 8.314. ടെമ്പറേച്ചർ ഇവിടെ 290 ആയിരുന്നു അല്ലെ, ഡിവൈഡഡ് ബൈ പൈ ദാറ്റ് ഈസ് 3.14. molecular mass of nitrogen is given 28 unit. കറക്റ്റ് അല്ലേ? 28 യൂണിറ്റ്. സോ ഈ 28 യൂണിറ്റ് ആക്ച്വലി എന്തിലാണ് തന്നിരിക്കുന്നത്? 28 യൂണിറ്റ് 28 ഗ്രാം ആയിരിക്കും. നമ്മളത് കിലോഗ്രാമിലേക്ക് മാറ്റണം. സോ ഇവിടെ നമുക്ക് എഴുതണം 28 into 10⁻⁻3. സോ ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മീൻ വെലോസിറ്റി വരുന്നത് 468 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് മീൻ വെലോസിറ്റി വരുന്നത്. സോ കൊളീഷൻ ഫ്രീക്വൻസി we know that collision frequency that is CF will be equal to mean velocity divided by mean free path, and mean velocity comes out as etra 468 meter per second divided by mean free path. ഇതിലെ mean free path 1.11 into 10⁻⁻7. 1.11 into 10⁻⁻7 മീറ്റർ. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ് അറിയാമോ? 4.22 into 10⁻9 ഹെർട്സ്. 4.22 into 10⁻9 ഹെർട്സ്. ഇതാണ് നമുക്ക് കിട്ടുന്ന കൊളീഷൻ ഫ്രീക്വൻസി. ഓക്കെ. ഇനി ചോദിച്ചിരിക്കുന്നത് ഇന്റർ കൊളീഷൻ ടൈം ആണ്. അതായത് രണ്ട് കൊളീഷൻ ഇടക്കെടുക്കുന്ന ടൈം. ഇന്റർ കൊളീഷൻ ടൈം ജസ്റ്റ് എന്താണ്, മീൻസ് റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇന്റർ കൊളീഷൻ ടൈം ഈസ് ആക്ച്വലി ലാംഡ എം ഡിവൈഡഡ് ബൈ vm. Intercollision time is actually distance divided by velocity. Velocity is distance by time. Correct. Time is distance by velocity. That same equation. Intercollision time is lambda m by vm. That is actually 1 upon collision frequency. 1 upon collision frequency. So 1 upon collision frequency and intercollision time, that is 1 divided by 4.22 into 10⁻9 hertz. സോ ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, ഇന്റർകൊളീഷൻ ടൈം. സോ ഇന്റർകൊളീഷൻ ടൈമോ ഇതാണ് വരുന്നത്. സോൾവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഞാനിവിടെ 10 എടുക്കാണ്. 10 ഡിവൈഡഡ് ബൈ 4.22 into 10⁻10 എടുക്കാണ്. സോ ഐ ക്യാൻ റൈറ്റ് ആസ് 10 upon 4.22 into 10⁻10 second. So 10 upon 4.22. 10 upon 4.22 എത്ര വരും? 10 upon 4 let me take 4.2. So 10 by 4.25 2.1 or 50 upon 21. 2 divided by 21 2 42 803 approx 23. I can write 2.3 into 10⁻10 second. ഇതാണ് ഇന്റർകൊളീഷൻ ടൈം വരുന്നത്. Intercollision time is 1 upon collision frequency. That is lambda m by vm. Vm is mean velocity, where collision frequency is mean velocity divided by lambda mean free path. Mean velocity equation മറക്കരുത്. Mean velocity equation വരുന്നത് root of 8RT by m. Okay. എന്താണ് mean velocity equation വരുന്നത്?
റൂട്ട് ഓഫ് 8RT/πm where m is molecular mass. അവിടെ എപ്പോഴും കിലോഗ്രാമിൽ എടുക്കാൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, കിലോഗ്രാമിൽ എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, ഓക്കെ, ഇതാണ് ഇന്റർ കൊളീഷൻ ടൈം. എന്താണ് കൊളീഷൻ ടൈം? കൊളീഷൻ ടൈം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കൊളീഷൻ ടൈം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കാണാനുള്ള ഇക്വേഷൻ വരുന്നത് d upon diameter divided by mean velocity. Diameter divided by mean velocity ആണ് കൊളീഷൻ ടൈം കാണാനുള്ള ഇക്വേഷൻ. Diameter is 2 into 1 into 10⁻⁻10 divided by mean velocity 468 meter per second. And collision time വരുന്നത് 4.27 into 10⁻⁻12 second. So നമ്മൾ കൊളീഷൻ ടൈം കണ്ടു, കറക്റ്റ് അല്ലേ? കൊളീഷൻ ടൈം കണ്ടു. നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടു? ഇന്റർ കൊളീഷൻ ടൈം കണ്ടു. കൊളീഷൻ ഫ്രീക്വൻസി കണ്ടു. പിന്നെയോ എന്തുകൂടി കണ്ടു? മീൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ കൂടി കണ്ടു. പിന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടു? മീൻ ഫ്രീ പാത്ത് കണ്ടു. സോ എന്ത് ചെയ്തു? നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ കൈനറ്റിക് തിയറി എന്താണ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ എവരിബഡി, താങ്ക് യു. ലെറ്റ്സ് മീറ്റ് ഇൻ നെക്സ്റ്റ് ചാപ്റ്റർ.